ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 112. ഹ, കാളയടി വൈശു കൊച്ചെ, അവരോട് നീ അരുതാത്തൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ ഈ സങ്കടം? ബെഡിൻ്റെ ക്രാസിയിൽ ചാരിയിരുന്ന് ഏങ്ങലടിക്കുന്നവളുടെ അടുത്തിരുന്ന് തലയിൽ തടവിക്കൊടുക്കുകയാണ് ബാലു. അയാളുടെ അടുത്തായി ലക്ഷ്മി ഇരിപ്പുണ്ട്. വൈശാഖിയുടെ ഇപ്പുറത്തായി പത്മവും വിഷ്ണുവും ഇരിക്കുന്നു. മഹാദേവൻ മാത്രം മുറിയിൽ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് സ്റ്റഡി ടേബിളിന് മുകളിൽ കിടക്കുന്ന കസേരയിലായി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ അച്ഛനും അമ്മയും മാത്രം എന്താ ഇങ്ങനെ ബാലു? ഞാൻ അവരുടെ മോളല്ലായിരുന്നോ? കഴിഞ്ഞതൊക്കെയും ഓരോന്നും ഓർത്തെടുത്ത് കരയുന്നവളുടെ സങ്കടം കണ്ട് ലക്ഷ്മിയും കരഞ്ഞുപോയി. എൻ്റെ കൊച്ചു മറന്നു തുടങ്ങിയതൊക്കെ വീണ്ടും ഓർമ്മിക്കാൻ വന്നതോ ആ കൂട്ടങ്ങൾ. അതുങ്ങൾക്കിപ്പോൾ സമാധാനമായിട്ടുണ്ടാവും. വൈശുവിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ പത്മത്തിന് അവളുടെ അച്ഛനോടും അമ്മയോടും ഒന്നുകൂടെ ദേഷ്യമായി. വൈശു, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേടാ കൊച്ചേ, നീ അതൊക്കെ വിട്ടേ, എന്നിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ നോക്ക്. ബാലു അവളെ വീണ്ടും ഉപദേശിച്ചു. എന്ന് മൂളിയെങ്കിലും പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തന്നെയിരുന്നു. എൻ്റെ വൈശുക്കൊച്ചേ, നീ ഇങ്ങ് എഴുന്നേറ്റ് വാടി. നീ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ പത്മം പറഞ്ഞുപോയി. വൈശാഖിക്ക് അത് കേട്ടതും വല്ലാതെയായി. തനിക്ക് കൂട്ടായിട്ടിരിക്കാൻ തന്നെ സ്നേഹിക്കാൻ ഇത്രയും പേരുള്ളപ്പോൾ താനെന്തിനു വെറുതെ സങ്കടപ്പെടണം? അവരുടെയൊക്കെ മങ്ങിയ മുഖങ്ങൾ കണ്ടതും അവൾക്ക് കുറ്റബോധം തോന്നി. വൈശാഖി പൊടുന്നനെ മുഖം അമർത്തി തുടച്ചിട്ട് മെല്ലെ അവരെ നോക്കി ചിരിച്ചു. ഇപ്പോഴാ നീ എൻ്റെ വൈശുക്കൊച്ചായത്. ലക്ഷ്മി ഇരു കൈകൾ കൊണ്ടും പെണ്ണിൻ്റെ മുഖത്തിന് നേരെ ദൃഷ്ടി ഒഴിഞ്ഞു. എന്നിട്ട് സ്വന്തം തലയുടെ ഇരുവശങ്ങളിലും വെച്ച് ഞൊട്ട പൊട്ടിച്ചു വിട്ടു. അല്ലാതെ പിന്നെ, നീ ഇങ്ങോട്ട് എണീറ്റ് വാടി വൈശുവേ. നാളെ നിനക്ക് ഓഫ്. നീ കോളേജിൽ പോകണ്ട. നമുക്കെല്ലാവർക്കും ഒരു ദിവസം അടിച്ചു പൊളിക്കാന്നേ. ബാലു അവളുടെ തോളിൽ കൈയിട്ട് ചേർത്തിരുത്തി. പൂനിലാവുദിച്ചതുപോലെ പെണ്ണിൻ്റെ മുഖം അപ്പോൾ വിളങ്ങിയെങ്കിലും വൈശുവിൻ്റെ നോട്ടം പോയത് തൊട്ടപ്പുറത്തിരിക്കുന്ന മഹാദേവൻ്റെ നേർക്കായിരുന്നു. അവിടെ മുഖം കയറ്റിപ്പിടിച്ച് വെച്ചിട്ടുണ്ട്. ബാലു പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ. ഡാ ദേവാ, നീ വെറുതെ ഇക്കാര്യത്തിൽ കൊച്ചിനെ വഴക്ക് പറയാൻ നിൽക്കണ്ട. അവൾ നാളെ വരുന്നില്ല. പറ്റുമെങ്കിൽ നീ നാളെ ഒരു ദിവസത്തേക്ക് ലീവാക്കിയേക്ക്. ബാലു അത്രയും പറഞ്ഞിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റതും ലക്ഷ്മിയും എഴുന്നേറ്റ് നിന്നു. നോക്കാം, മഹാദേവൻ അലസായിട്ട് പറഞ്ഞു. ഡി, റോസ് എന്നെ മലവാഴയിൽ അന്വേഷിച്ചിരുന്നു. അത്രയും കൂടി പറഞ്ഞിട്ടാണ് ബാലു ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നാലെ തന്നെ ബാക്കിയുള്ളവർ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. അവരെല്ലാവരും പോയതും വൈശു കട്ടിലിൽ കിടന്ന് തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തു. വാട്സപ്പ് തുറന്ന് മരവാഴ ഗ്രൂപ്പിൽ കയറിയപ്പോൾ കണ്ടു 50 മെസ്സേജുകൾ വന്ന് കിടക്കുന്നത്. എല്ലാം അടുത്ത സെമ്മിൻ്റെ എക്സാമിനെ പറ്റിയാണ്. കൂട്ടത്തിൽ നിർമ്മലിൻ്റെ വക എന്തൊക്കെയോ തമാശകളും. കൂട്ടത്തിൽ വന്ന് കിടക്കുന്ന സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ വോയിസ് മെസ്സേജിനും അവളൊരു ചിരിയോടെ മറുപടി കൊടുത്തു. അവർക്കുള്ള റിപ്ലൈയൊക്കെ കൊടുത്തിട്ട് ഫോൺ തിരിച്ച് കട്ടിലേക്ക് ഇട്ടപ്പോഴാണ് മഹാദേവൻ എന്നൊരാൾ തൻ്റെ മുറിയിലുള്ള കാര്യം വൈശാഖി ഓർക്കുന്നത് തന്നെ. ആള് ഫോണിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബെഡിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അരികിലേക്ക് ചെന്നു പെണ്ണ്. നീരജയുടെ മെസ്സേജിനുള്ള റിപ്ലൈ ടൈപ്പ് ചെയ്യുന്ന മഹാദേവനെ കണ്ടതും വൈശാഖിയുടെ ഉള്ളിലെ കുശുമ്പത്തി പൊടുന്നനെ സടകുടിഞ്ഞ് എഴുന്നേറ്റ് വന്നിരുന്നു. എന്താടി? തൻ്റെ ഫോണിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നവളെ കണ്ടതും ദേവൻ്റെ നെറ്റി പൊടുന്നനെ ചുളിഞ്ഞു. ആ സാധനത്തിന് എന്തിനാ മഹിയേട്ടൻ മെസ്സേജ് അയക്കുന്നേ? അവൾ ചുണ്ടു കൂർപ്പിച്ചു. അവൾക്ക് ഞാനൊരു ലവ് ലെറ്റർ എഴുതി കൊടുക്കുമായിരുന്നു. എന്തേ? അവളെ ഇട്ട് ചെക്കൻ വട്ട് കളിപ്പിച്ചു. എഴുതിക്കോ, ആര് പറഞ്ഞു എഴുതി കൊടുക്കരുതെന്ന്? എൻ്റെ അച്ഛനും അമ്മയും ഇവിടുന്ന് പോയിട്ടിപ്പോൾ 1 മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു കോൾ ചെയ്താൽ മതി അവരിങ്ങോട്ട് തിരിച്ചെത്താൻ. ഞാൻ അവരുടെ കൂടെ ബാംഗ്ലൂരിന് ഒറ്റ പോക്കങ്ങ് വെച്ച് കൊടുക്കും. വൈശാഖി അവനെ നോക്കി കണ്ണുരുട്ടി. നീ പോവോടി? ഇടത്തെ കൈകൊണ്ട് പെണ്ണിനെ വലിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തുന്നതിനിടയിൽ മഹാദേവൻ അവളോട് രഹസ്യം പോലെ ചോദിച്ചു. വൈശാഖി അവൻ്റെ മടിയിൽ പുറംതിരിഞ്ഞിരുന്നു പോയി. നിങ്ങളിങ്ങനാണെ ഞാൻ പോവും. പെണ്ണിൻ്റെ കണ്ണിൽ നിന്നും തീ പായുന്നത് പോലൊരു നോട്ടം ദേവനിലേക്ക് നീണ്ടു.
എങ്ങനാണേല് അപ്പോഴും അവളെ ഇട്ട് കളിപ്പിക്കാനായിരുന്നു അവനിഷ്ടം. ഞാൻ പോണു, വിട് മഹിയേട്ടാ. അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാനായി ഒരുങ്ങിയതും മഹാദേവൻ അവളെ പിന്നിൽ നിന്ന് ഇറുക്ക പിടിച്ചു വെച്ചു. നീ ഇപ്പോൾ അങ്ങനെ പോണില്ല. പിന്നിൽ നിന്നും പുണർന്നവൻ അവളുടെ ചെവിയോരം ചുണ്ടുകൾ ചേർത്തു. എനിക്ക് പോണം. അവൻ്റെ ആ പ്രവൃത്തിയിൽ കുളിരു കോരിയെങ്കിലും അവൾ അതിനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ദേഷ്യം അഭിനയിച്ചു. ഞാൻ നീരജയോട് പറഞ്ഞ എന്താണെന്നറിയാതെ പോവാണോ നീ? ഞെക്കി പിടിച്ചിട്ട് അവളുടെ കഴുത്തിനിടയിലിട്ട് ചെക്കൻ മുഖമിട്ടുരുട്ടി. ഓ വേണ്ട, എനിക്കറിയണ്ട. കാര്യം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും അവൾ അങ്ങനെയാണ് പറഞ്ഞത്. അതെന്താ നിനക്കറിയണ്ടാത്തത്? ചെക്കൻ അവളുടെ വലത്തെ കവിളിനിട്ട് ഒരു കുഞ്ഞു കടി കൊടുത്തു. മഹിയേട്ടൻ എഴുതി കൊടുത്ത ലവ് ലെറ്ററിൻ്റെ കാര്യം ഞാനെന്തിനാ അറിയുന്നേ? അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമല്ലേ? അവൻ കടിച്ച ഭാവം തൂത്തു വിട്ടുകൊണ്ട് വൈശാഖി ചുണ്ടു കോർപ്പിച്ചു. ആണോ? അങ്ങനാണോ? പെണ്ണിൻ്റെ കവിളിലും കഴുത്തിലുമൊക്കെ അവൻ നിർത്താതെ മൂക്കിട്ടുരുട്ടി. അങ്ങനെ തന്നെയാ. ഇത്തവണ പെണ്ണ് ഇക്കിളി കൊണ്ട് പൊട്ടിച്ചിരിച്ചുപോയി. അത് ശരി എന്നും പറഞ്ഞുകൊണ്ട് അവളെ തൻ്റെ ഇടത്തെ കൈക്കുള്ളിൽ ഒതുക്കിയവൻ. ശേഷം വലത്തെ കയ്യിലിരുന്ന ഫോണിൻ്റെ ലോക്ക് തുറന്ന് നീരജയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എടുത്ത് തുറന്ന് വൈശാഖിയെ കാട്ടി. നേരെ നോക്കിയില്ലെങ്കിലും ഒളി കണ്ണിട്ടവൾ അതിലേക്ക് പാളി നോക്കി. അപ്പോൾ കണ്ടു നീരജയുടെ കല്യാണത്തിൻ്റെ വാട്സപ്പ് ഇൻവിറ്റേഷൻ. ഉള്ളിൽ 1000 പൂത്തിരി കത്തിച്ച സന്തോഷമായിരുന്നു അപ്പോഴവളുടെ ഉള്ളിൽ. എന്തേ, ഒന്നും പറയാനില്ലേ? അവൾ ആ മെസ്സേജ് കണ്ടെന്ന് മനസ്സിലായതും ചെക്കൻ ഒരു ചിരിയോടെ ഫോൺ എടുത്ത് അടുത്തായി കിടന്ന മേശയുടെ മുകളിലേക്ക് വെച്ചു. അവളൊരു ഇളിയോടെ ചുമല് കുലുക്കി. മഹാദേവൻ അവളെ അതുപോലെ തന്നെ ഇരുത്തിക്കൊണ്ട് തൻ്റെ ഉടലിനോട് ചേർത്ത് പിടിച്ചു. നിനക്കേ നല്ല കുശുമ്പ. അവൻ അവളുടെ കാതിൽ മെല്ലെ പിറുവിർത്തു. മഹിയേടിന് ഒട്ടുമില്ലാത്ത പോലെ. പെണ്ണപ്പോഴേക്കും കൗണ്ടർ അടിച്ചു. എന്നാലും നിന്റെ അത്ര ഇല്ല കേട്ടോ. മഹാദേവൻ വീണ്ടും വാദിച്ചു. അത് പിന്നെ എനിക്കറിയാം. വൈശു കണ്ണുകൾ കൂർപ്പിച്ച് അവനെ തിരിഞ്ഞു നോക്കി. പെട്ടെന്നാണ് മഹാദേവൻ അവളെ തിരിച്ച് തനിക്ക് നേരെ ഇരുത്തിയത്. വൈശാഖി ഇപ്പോൾ അവൻ്റെ മുഖത്തോട് മുഖം ചേർത്താണ് ഇരിക്കുന്നത്. ഞാനെന്താ കുഞ്ഞുകുട്ടിയാ ഇങ്ങനെ പൊക്കിയെടുത്ത് തിരിച്ചു വയ്ക്കാൻ? അവൻ്റെ ആ പ്രവൃത്തിയിൽ ഞെട്ടിയതുപോലെ വൈശു അവനെ നോക്കി ചുണ്ട് പിളർത്തി. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ രാവിലെ തന്നെ വരാൻ കേട്ടെ. അടുത്ത പാട്ട് അവസാന ഭാഗമാണേ.